ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും നിങ്ങൾ കൊഞ്ചെന്ന് പറയല്ലേ, ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയുള്ള കറിയാണല്ലേ, തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ കഷ്ണങ്ങളാക്കി അത് വേവിച്ചെടുത്ത് അതിലേക്ക് ക്ലീൻ അല്ല, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ഇടും അല്ലേ, അത് വേഗണം. ഇനി ഇതിൽ രണ്ട് കിടന്ന് വേഗം അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാൻ അല്ലേ. ഒരു മുറി തേങ്ങയെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് നമുക്ക് അരച്ചെടുക്കണം. പടി അരച്ചെടുക്കാം. നമ്മൾ ചീനിച്ചിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് ശകലം വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചല്ലേ ചേർക്കുക. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, നമ്മളത്ര 3 പച്ചമുളക് എടുത്തല്ലോ, ചെറിയ പച്ചമുളക്. ബാക്കി കൊച്ചുള്ളിയും കൂടി അരിഞ്ഞിട്ട് ചേർക്കുക. കണ്ടത് പച്ചപ്പ് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിപ്പം അല്ലേ നമ്മൾ മാങ്ങയും ചെമ്മീനും പിന്നെന്താ ഇട്ട് അതിനകത്ത് കറിവേപ്പില, മാങ്ങ, ഉപ്പൂടെ ഇട്ട് വേവിച്ചെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാം. നല്ലപോലെ ഇതായാലും കൊഞ്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണേ. ഇതിന്റെ ടിപ്പല്ലേ, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണേൽ പൊടിഞ്ഞു പോകത്തില്ല അല്ലേ. നമ്മൾ ഈ അരപ്പ് ചേർക്കണം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് എന്തൊക്കെയാ? അരപ്പ് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, നല്ല വടിയെ അരച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് തിളച്ചു പോകരുതല്ലേ. ചൂട് കഴിച്ചോ, പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അല്ലേ. ചൂട് കയറി വരുമ്പോൾ നമ്മൾ വാങ്ങും. അപ്പോൾ ചെമ്മീനും മാങ്ങയിട്ട കറി, തേങ്ങ അരച്ച് വെച്ച കറി, ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടുള്ള കറി റെഡിയായി.